കൊട്ടിയൂരിൽ ഫാദർ റോബിൻ വടക്കഞ്ചേരി പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ അന്വേഷണം മറ്റൊരു വൈദികനിലേക്കും. റോബിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച് വൈദികനെതിരെയാണ് അന്വേഷണം നടത്തുന്നത്. വിവാദത്തെ തുടർന്ന് വയനാട് CWC ചെയർമാൻ ഫാദർ തോമസ് ജോസഫ് തേരകത്തെ മാനന്തവാടി രൂപതാ വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കി. അതിനിടെ കൊട്ടിയൂർ വിഷയത്തിൽ വയനാട് CWCയെ കുറ്റപ്പെടുത്തി വൈത്തിരിയിലെ ദത്തെടുപ്പ് കേന്ദ്രവും രംഗത്തെത്തി. കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വൈദികൻ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്നാണ് വയനാട് CWC ചെയർമാൻ ഫാദർ തോമസ് ജോസഫ് തേരകത്തിനെതിരെ മാനന്തവാടി രൂപതയും നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വീഴ്ച വരുത്തിയതായി സർക്കാർ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഫാദർ തേരകത്തെ രൂപത വക്താവ് സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്തതായി മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കുറ്റാരോപിതരുമായി രൂപത ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ലെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതേസമയം കൊട്ടിയൂർ പീഡനവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്ന് കേന്ദ്രം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഫെബ്രുവരി 7 രാത്രി ദത്തെടുപ്പ് കേന്ദ്രത്തിലെത്തിച്ച നവജാത ശിശുവിന്റെ അഡ്മിഷൻ 8-ാം തീയതി തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു. ജുവനൈൽ ആക്ട് പ്രകാരം കുട്ടിയെ സ്വീകരിക്കാൻ സ്ഥാപനത്തിന് അധികാരമുണ്ടെങ്കിലും തുടർ നടപടികൾക്കായി കുഞ്ഞിനെ എത്തിച്ച വിവരം CWC അംഗം ഡോക്ടർ ബെറ്റിയെ ഫോണിലൂടെ അറിയിച്ചിരുന്നു. സംഭവം സംബന്ധിച്ച് ദത്തെടുപ്പ് കേന്ദ്രത്തോട് വിശദീകരണം ചോദിച്ചുവന്ന CWCയുടെ പ്രസ്താവനയും വാസ്തവവിരുദ്ധമാണ്. അത്തരത്തിലുള്ള ഒരു നോട്ടീസും മാർച്ച് 2 വരെ സ്ഥാപനത്തിന് ലഭിച്ചിട്ടില്ല. എന്നാൽ മാർച്ച് 2 രാവിലെ ഇമെയിൽ മുഖാന്തരം ഇത്തരമൊരു കത്തയച്ച് മുഖം രക്ഷിക്കാൻ CWC ചെയർമാൻ നടത്തിയ ശ്രമം ദുരൂഹമാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. മാതാവിന്റെ പ്രായം സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കേണ്ടത് ഫെബ്രുവരി 20 കുട്ടിയെ ഏറ്റെടുത്ത CWC അംഗത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നുവെന്നും ദത്തെടുപ്പ് കേന്ദ്രം അധികൃതർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്. കൊട്ടിയൂർ പീഡനക്കേസിൽ കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് VS അച്യുതാനന്ദൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സഭ സംഘടിതമായ കുറ്റകൃത്യം മറച്ചുവെക്കുകയും പ്രതികൾ ഓരോരുത്തരായി ഒളിവിൽ പോവുകയും മുൻകൂർ ജാമ്യം നേടുകയും ചെയ്താൽ അത് കേരള പോലീസിന്റെ നിഷ്ക്രിയത്വമായി ചിത്രീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ വൈദികരെയും കന്യാസ്ത്രീകളെയും ഉൾപ്പെടെ കുറ്റകൃത്യം മറച്ചുവെക്കാനും ക്രിമിനലുകൾക്ക് ഒളിച്ചു താമസിക്കാനും സൗകര്യമൊരുക്കുന്ന എല്ലാവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയും എത്രയും പെട്ടെന്ന് പിടികൂടി നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും വേണമെന്ന് VS പറഞ്ഞു. കൊട്ടിയൂർ പീഡനക്കേസിൽ വൈദികൻ മാപ്പ് അർഹിക്കുന്നില്ലെന്ന് AK ആന്റണി. വൈദികനിൽ നിന്നുണ്ടായത് ഏറ്റവും ഹീനമായ കൃത്യമാണെന്നും കൊടും കുറ്റവാളികളോട് പെരുമാറുന്നത് പോലെ വൈദികനെ കൈകാര്യം ചെയ്യണമെന്നും AK ആന്റണി അഭിപ്രായപ്പെട്ടു. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ലഭിച്ച ദൃശ്യങ്ങൾ കൂടി അടിസ്ഥാനമാക്കിയാണ് ചോദ്യം ചെയ്യൽ പുനരാരംഭിച്ചത്. ദൃശ്യങ്ങൾ മറ്റെവിടെയെങ്കിലും പകർത്തി സൂക്ഷിച്ചിട്ടുണ്ടോ എന്നും മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്നും അറിയുന്നതിനായാണ് പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. പ്രതിയുടെ അഭിഭാഷകനിൽ നിന്ന് ലഭിച്ച മെമ്മറി കാർഡിൽ നിന്നാണ് നടിയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തിയത്. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ആധാർ നിർബന്ധമാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി. കേന്ദ്ര നീക്കം വിചിത്രവും അപഹാസ്യവും. സ്കൂളുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് കൂട്ടാനേ ഇത് ഉപകരിക്കുകയുള്ളൂ. വിദ്യാഭ്യാസ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. കലാഭവൻ മണിയുടെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മണി മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയെന്നും മണിയുടെ സാമൂഹ്യ ജീവിതം രാഷ്ട്രീയക്കാർക്ക് പാഠമെന്നും മുഖ്യമന്ത്രി. ചില കൂട്ടുകെട്ടുകളും ശീലങ്ങളും ഒഴിവാക്കിയിരുന്നുവെങ്കിൽ മണി ഇന്നും ജീവിച്ചിരുന്നേനെയെന്നും അദ്ദേഹം പറഞ്ഞു. കലാഭവൻ മണി വിട പറഞ്ഞ് 1 വർഷം പൂർത്തിയാകുമ്പോൾ ജന്മനാടായ ചാലക്കുടിയിൽ നഗരസഭയും പൗരാവലിയും സംയുക്തമായാണ് അനുസ്മരണ പരിപാടി ഒരുക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബഹുമുഖ പ്രതിഭയായി തെന്നിന്ത്യൻ കലാരംഗത്ത് ശോഭിച്ച മണി മറ്റു താരങ്ങളിൽ നിന്ന് വിഭിന്നനായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അകന്നു നിൽക്കുന്നതാണ് തന്റെ താരപരിവേഷത്തിന് മാറ്റുകൂട്ടുക എന്ന് ചിന്തിച്ച് ഏതാണ്ട് ദന്തഗോപുരവാസികളായി കഴിയുന്ന ഒട്ടേറെ കലാകാരന്മാരുണ്ട്. അവരിൽ നിന്നൊക്കെ എത്ര വ്യത്യസ്തനായിരുന്നോ മണി എന്നത് നാം ഓർമ്മിക്കേണ്ട കാര്യമാണ്. ഉയർച്ചയിലും വേരുകൾ മറക്കാതെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച മണിയുടെ സാമൂഹ്യ ജീവിതം രാഷ്ട്രീയക്കാർക്കും വലിയ പാഠമാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. അംഗീകാരങ്ങൾ തിരസ്കരിക്കപ്പെട്ടപ്പോൾ മണി ജനമനസ്സുകളിൽ സ്ഥാനമുറപ്പിച്ചു. വരേണ്യപക്ഷത്തേക്ക് ചായാതെ അടിസ്ഥാന വർഗത്തിനൊപ്പം എന്നും നിന്ന കലാകാരനായ മണിക്ക് പിന്നിട്ട വഴികളെക്കുറിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ വിവരിക്കാനും മടിയുണ്ടായില്ല. കൂട്ടുകെട്ടുകളിലും ശീലങ്ങളിലും മാറ്റം വരുത്തിയിരുന്നെങ്കിൽ മണി ഇന്നും ജീവിച്ചിരുന്നേനെ എന്നും അദ്ദേഹം പറഞ്ഞു. ജനിച്ച മണ്ണിനോടും ജീവിച്ച സമൂഹത്തോടുമുള്ള ഈ കൂറാണ് കലാഭവൻ മണിയെ നല്ല നാടൻ പാട്ടുകാരനാക്കിയത്. ആ പാട്ടിൽ നിറഞ്ഞു നിന്നത് അടിയാള ജീവിതത്തിന്റെ പൊള്ളിക്കുന്ന അനുഭവങ്ങളായിരുന്നു.
സാഹിത്യത്തിന്റെ സമാന്തര ശാഖയായി നാടൻപാട്ട് സംസ്കാരത്തെ മാറ്റിയ കലാഭവൻ മണി എന്നും ഇടതുപക്ഷത്തോട് പ്രത്യേക താൽപര്യം കാട്ടിയിരുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മണിയും കുടുംബവുമായുള്ള സൗഹൃദ ബന്ധത്തിന്റെ ഓർമ്മകളും പിണറായി വിജയൻ പങ്കുവച്ചു. മന്ത്രിമാരായ AC മൊയ്തീൻ, E ചന്ദ്രശേഖരൻ, CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ, BD ദേവസി MLA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭൂമിയെ സ്നേഹിച്ച ഭൂമിഗീതത്തിന്റെ ഉപജ്ഞാതാവിന് മണ്ണിലേക്ക് മടക്കം. PA സിദ്ധാർത്ഥ മേനോന് വിട നൽകാൻ ആയിരങ്ങളാണ് പുന്നപ്രയിലെ വീട്ടിലെത്തിയത്. KCB മുൻ ചെയർമാനും കൈരളി TV ഡയറക്ടറുമായിരുന്ന സിദ്ധാർത്ഥ മേനോന് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് യാത്രാമൊഴി നൽകിയത്. നാടിന്റെ നാനാതുറകളിലുള്ള പ്രമുഖർ സിദ്ധാർത്ഥ മേനോന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. സിദ്ധാർത്ഥ മേനോൻ അരുമയോടെ വളർത്തിയിരുന്ന വളർത്തുമൃഗങ്ങൾ എല്ലാത്തിനും സാക്ഷിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ G സുധാകരൻ, തോമസ് ഐസക്, P തിലോത്തമൻ തുടങ്ങി മലയാളത്തിന്റെ മഹാനടൻ കൈരളി TV ചെയർമാനുമായ ഭരത് മമ്മൂട്ടി, MD ജോൺ ബ്രിട്ടാസ് അടക്കം നിരവധി പ്രമുഖരാണ് സിദ്ധാർത്ഥ മേനോന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. കൈരളി TV ഡയറക്ടർമാരായ TR അജയൻ, MM മോനായി, CK കരുണാകരൻ, VK അഷ്റഫ്, മൂസ മാസ്റ്റർ തുടങ്ങിയവരും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പീപ്പിൾ TV. ശർക്കര പെരുമയ്ക്ക് പേരുകേട്ട ഇടുക്കി, മറയൂർ, കാന്തല്ലൂർ പ്രദേശങ്ങൾ കടുത്ത വരൾച്ചാ ഭീഷണി നേരിടുകയാണ്. വേനൽ കനത്തതോടെ കൃഷി ഇറക്കിയ ഏക്കർ കണക്കിന് ഭൂമിയിലെ കരിമ്പുകളാണ് കരിഞ്ഞുണങ്ങുന്നത്. കരിമ്പോലകൾ കരിഞ്ഞ് കൃഷി നശിച്ചാൽ നഷ്ടപരിഹാരം ലഭിക്കില്ല എന്നതും കർഷകരെ ആശങ്കപ്പെടുത്തുകയാണ്. രാജ്യതലസ്ഥാനത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അടിമ ജീവിതം. വിഷപ്പുക നിറഞ്ഞ മാലിന്യ കൂമ്പാരത്തിൽ 4 വയസ്സ് മുതലുള്ള കുട്ടികൾ ജോലി ചെയ്യുന്നു. കണ്ടാൽ അറപ്പുളവാക്കുന്ന സാഹചര്യത്തിൽ 15 മണിക്കൂറിലധികമാണ് കുട്ടികളെ പണിയെടുപ്പിക്കുന്നത്. ബംഗ്ലാദേശ്, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്ന് ഇടനിലക്കാരാണ് സ്ത്രീകളെയും കുട്ടികളെയും എത്തിക്കുന്നത്. സർക്കാരും ബാലാവകാശ കമ്മീഷനും ഇത്തരം സ്ഥലങ്ങളിലേക്ക് കണ്ണടയ്ക്കുകയാണ്. പാലക്കാട് വാളയാറിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. ശനിയാഴ്ച വൈകിട്ട് കൂട്ടുകാരോടൊപ്പം കളിച്ചു നടന്ന പെൺകുട്ടിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് സംശയം വർദ്ധിപ്പിക്കുന്നതായി ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചു. സംഭവത്തിൽ പാലക്കാട് SP അന്വേഷണത്തിന് ഉത്തരവിട്ടു. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് വാളയാർ അട്ടപ്പള്ളം സ്വദേശി ഷാജുവിന്റെയും ഭാഗ്യവതിയുടെയും മകൾ 9 വയസ്സുകാരി ശരണ്യയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. വീടിന്റെ ഉത്തരത്തിൽ മുണ്ടുപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. സംഭവം അറിഞ്ഞ് ഓടിയെത്തിയ അച്ഛൻ ഷാജുവാണ് മൃതദേഹം ആദ്യം കണ്ടത്. ശരണ്യയുടെ 14 വയസ്സുള്ള സഹോദരിയെയും 1.5 മാസം മുൻപ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അന്നത്തെ ദിവസം 2 പേർ വീടിനുള്ളിൽ നിന്നും ഇറങ്ങിപ്പോയതായി ശരണ്യ പോലീസിന് മൊഴി നൽകിയിരുന്നതായും അച്ഛൻ പറഞ്ഞു. ശരണ്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമ്മ മുത്തിയമ്മ 4 മണി വരെ ഉണ്ടേനി. 6 മണി ദിവസം തൊട്ട വീട്ടില് ആ കുട്ടികളൊപ്പം ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് എത്ര മണിക്ക് ഇങ്ങോട്ട് വന്നെന്ന് അറിയില്ല. ആ കുട്ടികളൊപ്പം കളിച്ചു കഴിഞ്ഞിട്ട് 8 അടിയോളം ഉയരമുള്ള വീടിന്റെ ഉത്തരത്തിൽ 9 വയസ്സുകാരിക്ക് എങ്ങനെ കൈയെത്തിയെന്നതാണ് നാട്ടുകാരിൽ സംശയമുണർത്തുന്നത്. ഈ 2 മരണത്തിലും ദുരൂഹത ബാക്കി വെച്ചാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് മൊത്തം നമ്മുടെ ആശങ്കയിലാണ്. പരിസരത്ത് കുട്ടികൾക്കും സ്ത്രീകൾക്കും നാട്ടുകാർക്കും പരക്കെ ഒരു ഭയം ബാക്കി നിൽക്കുകയാണ്. അന്വേഷണം നടത്തിയാലേ ഈ സത്യം പുറത്തുകൊണ്ടുവരാൻ കഴിയും. സംഭവത്തിൽ അന്വേഷണത്തിന് പാലക്കാട് SP ഉത്തരവിട്ടു. പോലീസ് സർജൻ, സയന്റിഫിക് അസിസ്റ്റന്റ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.